നമ്മുടെ രാജ്യത്ത് ആദ്യമായി യുവാവിന് ദയാവധത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. ഹരീഷ് റാണയ്ക്കാണ് ദയാവധത്തിന് അനുമതി നൽകിയത്. ഘട്ടം ഘട്ടമായി ചികിത്സ അവസാനിപ്പിക്കാം. ദയാവധം നിയമവിധേയമാക്കിയതിനു ശേഷമുള്ള ആദ്യ വിധിയാണിത്. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായിട്ടുണ്ട്. വിഷ്ണു, ദയാവധം എന്നത് കുറേ കാലങ്ങളായി ഉള്ള ആവശ്യങ്ങളാണ്. പിന്നീട് അതിന് അനുമതി വരുന്നു. ഇപ്പോൾ അത് പ്രാബല്യത്തിൽ വരുന്ന ഒരു സാഹചര്യം. UP സ്വദേശിയാണ് ഇങ്ങനെ ഒരു ആവശ്യവുമായി നമ്മുടെ സംവിധാനങ്ങളെ സമീപിച്ചത്. എന്താണ് അദ്ദേഹത്തെക്കുറിച്ച്, ഒപ്പം ഈ അനുമതി എപ്പോൾ നൽകി, എന്താണ് വിവരങ്ങൾ? 2013 ബിടെക്കിന് എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ തന്റെ താമസ സ്ഥലത്ത് PGയിൽ നിന്ന് താഴെ വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ 31 വയസ്സുള്ള ഹരീഷ് റാണയ്ക്കാണ് ഇപ്പോൾ ദയാവധം അനുവദിച്ചിരിക്കുന്നത്. 2013 തലയ്ക്ക് വീണ് പരിക്കേൽക്കുകയും കോമാവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിരുന്നു ശരീരം. പിന്നീട് ഡൽഹി ഹൈക്കോടതിയിൽ ഉൾപ്പെടെ മാതാപിതാക്കൾ ദയാവധത്തിന് അനുമതി തേടി സമീപിച്ചിരുന്നെങ്കിലും ഡൽഹി ഹൈക്കോടതി അനുമതി നിഷേധിക്കുകയായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിൽ 2024 സുപ്രീം കോടതിയെ സമീപിച്ച മാതാപിതാക്കൾക്ക് നീണ്ട 2 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഘട്ടം ഘട്ടമായി ചികിത്സ ജീവൻ നിലനിർത്തുന്ന സംവിധാനങ്ങൾ പിൻവലിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ ജീവൻ നിലനിർത്താനുള്ള മരുന്നുകൾ അവസാനിപ്പിച്ചുകൊണ്ടും ദയാവധത്തിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. 2018 5 ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ചാണ് നിഷ്ക്രിയ ദയാവധത്തിന് ഒരു അനുമതി നൽകിയിട്ടുണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 21 പ്രകാരം അന്തസ്സോട് ജീവിക്കാനുള്ള അവകാശം ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ദയാവധം എന്ന സാധുത കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായത്തിന് ശേഷം ഇതാദ്യമായാണ് ഒരു ദയാവധം രാജ്യത്ത് അനുവദിക്കുന്നത്.